ഇന്നേ നമുക്കൊരു മസാല ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, ചെറിയ 2 ഉരുളക്കിഴങ്ങ്, അത് ഒരു വലിയൊരു സൈസ്, അതെന്ന് വെച്ചാൽ വണ്ണം കുറവാണ് എന്നാൽ നീളമുള്ള ഒരു ക്യാരറ്റ്, ആ സൈസ് ക്യാരറ്റിൻ്റെ അതിനൊരു 1/4 ഭാഗം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, 2 ബജിമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വയ്ക്കാം. അപ്പോൾ അതേ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് തന്നെ കട്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ വെളുത്തുള്ളി. ഇതുണ്ടോ, ഒരുപാട് ചതച്ചിട്ടില്ല. അതുപോലെ ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു കുക്കറിലിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ മസാലച്ചോറ് വെക്കാൻ വേണ്ടി ഞാൻ കുക്കർ അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി അങ്ങ് തട്ടിയിട്ടേക്കുക. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. വെജിറ്റബിൾസ് ഇത് നീളമുള്ള കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചേക്കുന്നത്. ഒരുപാട് കനം കൂട്ടിയതല്ല, എന്നാൽ തീരെ കനം കുറച്ചുമല്ല. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് തന്നെ വഴറ്റില്ല. അവരുടെ കൂടെ വെന്തോളും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മസാല ചോറാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചോറായത്. ഞാനിപ്പം തയ്യാറാക്കുന്നത് തന്നെ എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പിടുമ്പം അരിക്കും കൂടി ചേർത്തങ്ങ് ഉപ്പിട്ടോണം. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാശ്മീരി ചില്ലി ആയത്. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഗരം മസാലപ്പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന അരിയാണ്. ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് അറിയത്തില്ല. നെയ്ച്ചോറിൻ്റെ അരി എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു രമ്പേലയും കൂടെ ഞാൻ പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രമ്പേല അരിയും കൂടെ ചേർത്ത് നമുക്ക് ഈ വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റിൻ്റെ കൂട്ടത്തിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം. പിന്നെ പച്ചപ്പട്ടാണി കുതിർത്തെടുത്ത ഉണക്കപ്പട്ടാണി ആണെങ്കിലും കുഴപ്പമില്ല. ഗ്രീൻ പീസ് നമുക്ക് കുതിർത്തെടുത്തിട്ടാണെങ്കിലും ഒന്ന് വേവിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. അരിയും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അരി വേകാൻ ആവശ്യത്തിന് വെള്ളം ഞാനിപ്പോൾ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ അരി ഇളന്ന അതേ ഗ്ലാസ്സിന് തന്നെ 5 ഗ്ലാസ് വെള്ളം, അരിയുടെ ഇരട്ടി വെള്ളം എടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിക്കോണം. കാരണം ഉപ്പ് നമുക്ക് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഈ വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഉപ്പ് ഇച്ചിരി മുമ്പേ നിൽക്കണം, എന്നാലേ അത് അരിക്കും കൂടെ പാകത്തിനുള്ളതുള്ളെന്ന് മനസ്സിലാകത്തുള്ളൂ നമുക്ക്. ഉപ്പ് എൻ്റെ ഉപ്പ് കറക്റ്റാണ്, ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് അരിയും വെജിറ്റബിൾസും എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി ഈ ചോറ് റെഡിയാകാൻ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മസാല ചോറായത്. അതേ ഒരൊറ്റ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മസാല ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്യുവാണ്. വേണ്ട,
ഫ്രൈഡ് ചിക്കൻ, നമ്മുടെ സ്വന്തം അമ്പഴങ്ങ അച്ചാർ, തൈര് സാലഡ്, പപ്പടം ചെറിയ പീസാക്കി പൊരിച്ചെടുത്തതാണ്, എന്നാലേ കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, അധികം സമയമൊന്നും വേണ്ട ഈ മസാലച്ചോറ് വെക്കാൻ.